ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അപ്പോൾ 2024 വർഷമായി മനുഷ്യർക്ക് എപ്രകാരമാണ് അതിൻ്റെ ഫലപ്രയോജനങ്ങൾ, ഗുണമാണോ ദോഷമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിർണ്ണയം ചെയ്യുന്നത് ചില നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും, ചില നക്ഷത്രക്കാർക്ക് ദോഷം ചെയ്യും. അതിൽ ഏറ്റവും അതിന് പ്രാധാന്യം വഹിക്കുന്നത് 2 ഗ്രഹങ്ങളുടെ സ്ഥിതിവിശേഷത്തിന് പ്രാധാന്യമുണ്ട്. അതിൽ ഒന്ന് ഭാസ്കരിയും പിന്നെ ബൃഹസ്പതിയും. ശനി വേഴന്മാരുടെ സ്ഥിതിവിശേഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ നക്ഷത്രക്കാർക്ക് ഗുണഫലമാണോ ദോഷഫലങ്ങളാണോ എന്ന് നമ്മൾ നിർണ്ണയം ചെയ്യുന്നത്. ചിലർക്ക് ശനി നല്ല ശശമഹായോഗപ്രദനായിട്ടോ അതുപോലുള്ള കേന്ദ്ര ത്രികോണാധിപത്യ യോഗം ഭവിച്ചൊക്കെ വന്നാൽ ആ ശനി ഗുണഫലങ്ങളെ പ്രതിദാനം ചെയ്യും. അതേസമയം 7 ശനിയായിട്ടോ കണ്ടകത്തിൽ ശനിയായിട്ടോ ഒക്കെ നിന്നാൽ ദോഷഫലങ്ങളെയും പ്രതിദാനം ചെയ്യും. കണ്ടകൻ 4-7-10 കരുതിയ ശനി വന്താൽ ദണ്ഡങ്ങൾ പലതുമുണ്ടാം തെരുവിയൻ കേടതാമേ കൊണ്ടതോർ മനയാൾ വേറെ പണ്ടുള്ള ഗ്രഹം വിട്ട് പരദേശം പോകലാമേ എന്നൊക്കെ ശാസ്ത്ര നിയമങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ വ്യക്തിക്ക് ശനി കണ്ടകനായിട്ടൊക്കെ നിന്നാൽ കരുതിയ ശനി വന്നാൽ ദണ്ഡങ്ങൾ പലതുമുണ്ടാം, കാര്യതടസ്സങ്ങൾ പലതും ഉണ്ടാകും. തെരുവിയൻ കേടതാമേ ദ്രവ്യങ്ങൾ അധികമായിട്ട് നഷ്ടമാകും. കൊണ്ടതോർ മനയാൾ വേറെ ദാമ്പത്യ ജീവിതത്തിൽ തന്നെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടാകും. പണ്ടുള്ള ഗ്രഹം വിട്ട് പരദേശം പോകലാമേ വീട് വിട്ട് മാറിയുള്ള അവസ്ഥകളും അല്ലെങ്കിൽ ഗ്രഹത്തിൽ സ്വസ്ഥമല്ലാത്ത അവസ്ഥകളുമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഈ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ കൂറുകൾ 2 നക്ഷത്രമാണല്ലോ ഒരു കൂറ്. അശ്വതിയും ഭരണിയും കാർത്തികക്കാലം മേടക്കൂറ്, കാർത്തികമുക്കാലും രോഹിണിയും മകയിരത്തിര ഇടവക്കൂറ്, മകയിരത്തിരയും തിരുവാതിരയും പുണർത്തിമുക്കാലും മിഥുനക്കൂറ്, പുണർത്തിക്കാലും പൂയവും ആയില്യവും കർക്കിടകക്കൂറ്, മകവും പൂരവും ഉത്രത്തിക്കാലും ചിങ്ങക്കൂറ്, ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്തിരയരയും കന്നിക്കൂറ്, ചിത്തിരയരിയും ചോതിയും വിശാഖത്തിൽ മുക്കാലും തുലാക്കൂറ്, വിശാഖത്തിൽക്കാലും അനിഴവും തൃക്കേട്ടയും വൃശ്ചികക്കൂറ്, മൂലവും പൂരാട ഉത്രാടത്തിക്കാലും ധനുക്കൂറ്, ഉത്രാടത്തി മുക്കാലും തിരുവോണം അവട്ടത്തരയും മകരക്കൂറ്, അവട്ടത്തരയും ചതയും പൂരിട്ടതി മുക്കാലും കുംഭക്കൂറ്, പൂരിട്ടതിക്കാലും ഉത്രട്ടാതിൻ്റെ രേവതിയും മീനക്കൂറ്. ഇങ്ങനെ കൂറുകളുടെ ഏതേത് ഭാവങ്ങളിൽ ഗ്രഹം നിൽക്കുന്നു, അല്ലെങ്കിൽ ശനി കണ്ടകനായിട്ട് നിൽക്കുകയാണോ ദോഷവാനായിട്ട് നിൽക്കുകയാണോ അല്ലെങ്കിൽ കേന്ദ്ര ത്രികോണ രാശികളിലൊക്കെ ഗുണവാനായിട്ട് നിൽക്കുന്നോ അതനുസരിച്ചുള്ള ഫലങ്ങളുണ്ടാകും. ഇപ്പോൾ ശനി തന്നെ നല്ല സ്ഥാനത്ത് നിന്നാൽ ശശമായോഗം ഉണ്ടാകും. അതുപോലെ വേഴനും ശുഭസ്ഥാനങ്ങളിലൊക്കെ നിന്നാൽ ഇപ്പോൾ 12 വേഴമായിട്ടൊക്കെ നിന്ന അവസ്ഥയൊക്കെയാണെങ്കിൽ ദോഷഫലങ്ങളെ പ്രതിദാനം ചെയ്യും. വേഴം സർവീശ്വരകാരകനാണല്ലോ. അറിവിൻ്റെയും സദ്ഗുണങ്ങളുടെയും ഗുരുത്വത്തിൻ്റെയും ഈശ്വരാധീനങ്ങളൊക്കെ മറയുന്ന ഗ്രഹം സൂചിപ്പിക്കുന്ന ഗ്രഹം മറഞ്ഞ സ്ഥാനങ്ങളിൽ വന്നാൽ അതിന് ഗുണത്തിന് പകരം ദോഷമായിട്ടുള്ള ഫലങ്ങൾ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ചില കൂറുകാർക്ക് അതിന് നമ്മൾ ജാതകം പരിശോധിക്കണം. അപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളും ജാതകത്തിൻ്റെ സ്ഥിതിവിശേഷം അനുസരിച്ചാണ് ആ ഫലങ്ങളെ പ്രതിദാനം ചെയ്യുന്നത്. ഇപ്പോൾ വീട് വയ്ക്കേണ്ട സ്ഥലമാണോ അല്ലെങ്കിൽ വാഹനം വാങ്ങേണ്ട സമയമാണോ മാംഗല്യാദി കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായുള്ള സമയമാണോ എന്നുള്ളതെല്ലാം നിർണ്ണയം ചെയ്യുന്നത് കൂറുകളുടെ അടിസ്ഥാനത്തിൽപ്പെടുത്തിയാണ് അല്ലെങ്കിൽ ലിംഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ അതാണ് ജാതക നിരൂപണങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദ്വാദശാഷ്ടമജന്മത്തിൽ ശന്യാർക്കാരകോ ഗുരു സ്ഥാനഭ്രംശഞ്ച വൈകല്യം ഉർവന്തിം പ്രാണസംശയം എന്നൊക്കെ പറയും. 12-8 ജന്മഭാവങ്ങളിലൊക്കെ ശനിയും ചൊവ്വായും ഗുരുവൊക്കെ വരുന്ന സമയകാലഘട്ടങ്ങളിൽ സ്ഥാനഭ്രംശങ്ങൾ, വൈകല്യങ്ങൾ, പ്രാണസംശയങ്ങൾ വരെ പറയത്തക്ക അവസ്ഥകളൊക്കെ പറയണമെന്നൊക്കെ ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങളെ പ്രതിദാനം ചെയ്യും, കുറേ നക്ഷത്രക്കാർക്ക് കുറച്ച് മോശമായ ഫലങ്ങളെ പ്രതിദാനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെയാണ് നമുക്ക് ഈശ്വരാധീനമായിരിക്കുന്ന ഈശ്വരവിശ്വാസത്തോടു കൂടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും ദേവപരിഹാരങ്ങൾ ചെയ്യണമെന്നും നമ്മൾ നിർദ്ദേശിക്കുന്നു.
ആ പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏറെക്കുറെ ദോഷഫലങ്ങളിൽ നിന്നും മുക്തി നേടാനായിട്ട് സാധിക്കും. അതിൻ്റേതായ ദൈവാധീനം നമുക്കുണ്ടാകും. വലുതായിട്ട് വരുന്ന ദോഷങ്ങളൊക്കെ അങ്ങ് ചെറുതായി പോവുകയും ആ സ്ഥാനത്ത് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. എന്തായാലും അതിനൊക്കെയാണ് ദൈവാധീന കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. മാത്രമല്ല, ദൈവാധീനത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ഈശ്വരൻ എന്നൊരു മഹാശക്തി, സത് ചിത്ത് ആനന്ദ്. സത്ത് എന്ന് പറയുമ്പോൾ നല്ലതാണല്ലോ. ചിത്ത് മനസ്സിലാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത്. എല്ലാ മനസ്സിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. സത് ചിത്ത് ആനന്ദ്, സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളെയൊക്കെ ചിന്തിക്കുന്നതാണല്ലോ ഈശ്വരൻ. അത് നമ്മുടെ മനസ്സിൽ നിന്നും അതുകൊണ്ടാകണമെന്നാണ്. അപ്പോൾ ആ അവസ്ഥയിൽ കൂടെ പോവുകയും നമ്മളതിൻ്റെ യഥാർത്ഥ ഫലങ്ങൾ അറിഞ്ഞിട്ട് അതിന് വേണ്ടുന്നതായ പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നും മോക്ഷം ഉണ്ടാകും. നമുക്ക് ആ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്നു പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ്. പിന്നെ ദക്ഷിണ കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ജ്യോത്സ്യന്മാരെ കാണുമ്പം തന്നെ ദക്ഷിണ, ഇപ്പോൾ ചിലർ എല്ലാവർക്കും ഫലം പറയാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ ചിലർ പരീക്ഷണമാർത്ഥമായിട്ട് ഫലങ്ങൾ ചോദിക്കും. കാണുന്നതിന് വേണ്ടി. ഇപ്പം ദോഷ സ്ഥലത്തായിരിക്കും അവർ നിൽക്കുന്നത്, ചുടുകാട്ടിലായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ അതുപോലുള്ള അനിഷ്ട സ്ഥലങ്ങളിലെ കാര്യങ്ങളിലൊക്കെ തിരിക്കുക. ജ്യോത്സ്യരെ എൻ്റെ ഫലമെന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ആളിന് ഫലം പറയാൻ പാടില്ല എന്നാണ്. അതുപോലെ വെറും കൈയോടെ വരുന്ന ആളിനും ഫലം പറയാൻ പാടില്ല എന്നാണ്. ഒരു ദക്ഷിണ, അപ്പോൾ അവിടെ വലുതോ ചെറുതോ എന്നുള്ള കാര്യമല്ല, ഒരു ദക്ഷിണ സമർപ്പിച്ചുകൊണ്ട് വേണം ഫലങ്ങൾ അറിയുവാൻ തുടങ്ങുവാൻ. ആ ആളിന് കാരണം ആ ജ്യോത്സ്യന് ഒരു മനസ്സന്തോഷം വരണമെന്നാണ്. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ കയറി ചെന്നു, അപ്പോൾ കാണുന്ന ഫലങ്ങൾ വരണം എന്ന് വിളിക്കാൻ ആളുണ്ടാകുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ അവിടെ കാണുന്ന ലക്ഷണങ്ങൾ, ജ്യോത്സ്യനെ കാണുമ്പോൾ ഒരു ദക്ഷിണ, അത് വലുതെന്നോ ചെറുതെന്നോ ഉള്ളതല്ല, ചെറുത് തന്നെ വലുത്, അത് നമ്മൾ ജ്യോത്സ്യന് കൊടുത്തിട്ട് നമ്മൾ ആ കാര്യങ്ങൾ തുടങ്ങുക. ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രാഭൃതം എന്ന് പറയുന്നൊരു ദോഷം ഉണ്ടാകുമെന്നാണ്. ഇപ്പോൾ ഒരു വെറും കൈയോടുകൂടി ആചാര്യം ദൈവതം വിപ്രം ബാലം വൃദ്ധഞ്ച ഗർഭിണി ദർശനേ ദദാതിനഃ പ്രാഭൃതം ദോഷമാതിശേൽ എന്ന് പറയും. ആചാര്യം എന്നാൽ ഗുരു, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു അറിവ് പകർന്നു തന്ന ഒരു അധ്യാപകൻ, ഗുരുവിനെ നമ്മൾ കാണുമ്പോൾ സാർ നമസ്കാരം, വരണം സാർ, ഒരു ചായ കുടിച്ച്. അപ്പോൾ അദ്ദേഹത്തിനും ആ മനസ്സന്തോഷം ഉണ്ടാവും. എൻ്റെ മനസ്സ് നല്ലതാണ്, നീ നന്നായി വരും എന്ന ആചാര്യൻ നമ്മൾ അനുഗ്രഹിക്കും. മനസ്സാണല്ലോ ഈശ്വരൻ. ദൈവതം, അതുപോലെ നമ്മൾ ദൈവത്തിനെ കാണാൻ പോകുമ്പോൾ, ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചിലരൊന്നും കൊണ്ടുപോകാതെ ദൈവത്തിൻ്റെ അവിടെ ചെന്ന് ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പോരും. അവർക്കതിൻ്റെ ഫലം കിട്ടുകയില്ല. വിപ്രം, ഉത്തമനായിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, അതുപോലുള്ള അറിവുള്ള ആൾക്കാരെ, ബ്രാഹ്മണർ എല്ലാത്തിലും ബ്രാഹ്മണരുണ്ട്, സാമുദായികമായിട്ടും ബ്രാഹ്മണരുണ്ട്, അത് അറിവും വിദ്യയാണല്ലോ. ആചാര്യം ദൈവതം വിപ്രം, ആ ആളിനെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് അനുഗ്രഹം ഉണ്ടാവും. നിങ്ങൾ നന്നായി വരും എന്ന് പറയും. ബാലം, അതുപോലെ കുട്ടികളുള്ള വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മുടെ അടുത്ത് ഓടിക്കൊണ്ട് വരുമ്പോൾ, നമ്മൾ കാണുമ്പോൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. ആചാര്യം ദൈവതം വിപ്രം ബാലം വൃദ്ധം ച, അതുപോലെ വൃദ്ധജനങ്ങളിരിക്കുന്ന ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുമ്പോൾ അവർക്കെന്താ സന്തോഷം ഉണ്ടാവും. ആചാര്യ മര്യാദ ഉള്ളതാണ്, നന്നായി വരും, നന്നാകും എന്നൊരു മനോബോധം അവരിൽ നിന്നുണ്ടാകും. ആചാര്യൻ ദൈവതം വൃത്തം ബാലം വൃദ്ധഞ്ച ഗർഭിണി, അതുപോലെ തന്നെ ഗർഭിണികളിരിക്കുന്ന നമ്മൾ ഭവനത്തിൽ ചെല്ലുമ്പോഴും എന്തെങ്കിലും ഒന്ന് അവർക്ക് കഴിക്കാനായിട്ടെങ്കിലും എന്ത് കൊണ്ട് കൊടുക്കുമ്പോൾ എൻ്റെ ആൾ തന്നെ എനിക്ക് ഇത് കൊണ്ടുവന്നല്ലോ എന്നുള്ളൊരു മനസ്സന്തോഷം ഉണ്ടാകും. വൃദ്ധഞ്ച ഗർഭിണി ദർശനേ ദദാതിനഃ പ്രാഭൃതം ദോഷമാതിശേൽ, ഇവരൊക്കെ ദർശിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മളൊന്നും കൊടുക്കാതെ വെറും കൈയോടുകൂടി പോയി വരുമ്പോൾ നമുക്കതിൻ്റെ ഫലങ്ങൾ സിദ്ധിക്കുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ, ആചാര്യനെയും ദൈവതയെയും വിപ്രനെയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദക്ഷിണ കൊടുക്കണം എന്നൊരു നിയമം
ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞു തുടങ്ങാനുള്ള കാരണം ഒന്ന്, ഈശ്വരവിശ്വാസത്തിൻ്റെ ആവശ്യകത. ഒരു സത്യം പ്രപഞ്ചത്തിലുണ്ട്, നമ്മളെല്ലാം നയിക്കുന്നത് ഒരു മഹാശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട്, നമ്മളൊന്നുമേ അല്ല, ഞാനൊന്നുമല്ല എന്നുള്ള ഒരു ബോധം നമുക്കത് വേണം. കാരണം നമ്മളെല്ലാം നയിക്കുന്ന നമ്മളെക്കാൾ ഒരു മഹാശക്തി, പ്രപഞ്ചത്തെ ഭരിക്കുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കണം. ഇപ്പോൾ തന്നെ ആ സൂര്യഗ്രഹണം വന്നതിന് ശേഷമല്ലേ ഇവിടെ ഈ കൊറോണ ഇതൊക്കെ വന്നത്. സൂര്യേന്ദ് ഗ്രഹണേ ദൃഷ്ടേ സായാഹ്ന സന്ധ്യാദയോ ഗ്രസ്തേ തൽഫലം ഏകമണ്ഡലദിനേ ദുർദേവതാഗ്രഭയം രാജ്യം ദുഃഖം അതീവ ദുർമരണതം ശാസ്ത്രാർത്ഥ വിഷ്ടീരണം സേനാനാഥ ഗജ അശ്വമർത്യമരണം ദുഷ്പക്ഷകാലം വതേൽ. ആ ദുഷ്പക്ഷകാലം അവിടെ വന്നില്ലേ? എല്ലാം അരിച്ചു വാരിക്കൊണ്ട് പോയില്ലയോ? എല്ലാ ഈയലുകൾ ചത്തു വീഴും പോലെ അല്ലയോ മനുഷ്യരാശികളൊക്കെ ചത്തു വീണത്? ആരോ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ട് വൈറസുകൾ ഇങ്ങനെ പ്രപഞ്ചത്തിലുണ്ടാകുകയും അതിതാന്ന് പറയുന്നിടയ്ക്ക് പ്രപഞ്ചം മുഴുക്കെ അങ്ങ് പരക്കുകയും ഒരു മഹാരോഗങ്ങളും മഹാവ്യാധികളുമായിട്ടൊക്കെ മാറുകയൊക്കെ ചെയ്തു. പിന്നെ അത് കുറച്ച് ആയുസിനെങ്കിലൊക്കെ പിടിച്ചു നിർത്തിയത് നമ്മുടെ മഹത്തുക്കളായിരിക്കുന്ന ജനങ്ങളുടെ ചികിത്സകളും കാര്യങ്ങളും നമുക്ക് വേണ്ടുന്ന ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ തന്ന് നമ്മളെ രക്ഷപ്പെടുത്തി നമ്മുടെ ഭരിക്കുന്ന മഹത്തുക്കളായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഈ പൊരുത്ത നിർണ്ണയത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറയും, ഓ ചൊവ്വ അവിടെ നിൽക്കുന്നുണ്ട്, ചൊവ്വ എന്തിരിയാമാണ്, ചൊവ്വ എല്ലാം ചെയ്യുമോ, ഈ ഗ്രഹം അവിടെ നിൽക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യാമാണ്? പാരപ്പ ഇനിയുമുണ്ട് ചെയ്തിക്കേട് പാവരവും ശനി ചൊവ്വ വയ്യോനേഴിൽ പാരപ്പ വന്നതൊരു താരമെല്ലാം വയ്യകത്തിൽ മാണ്ടിടുവാർ പരശിയാക ആരപ്പ ആയവർകൾ എട്ട് നിൽക്കിൽ അപ്പണ്ണിൻ കണവനുമോ മുന്തി ചാവാർ ചീരപ്പ ഭോഗരുടെ കടാക്ഷത്താലെ ചിമ്പാക പുലിപ്പാണി ഉരത്തിട്ടേനെ. പുലിപ്പാണി എന്ന് പറയുന്ന ശാസ്ത്രഗ്രന്ഥത്തിൽ അപ്രകാരം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ ഓരോ കാര്യങ്ങളിലും സത്യം ഉണ്ട്. പൊരുത്ത നിർണ്ണയത്തിൽ, പ്രശ്ന കാര്യ നിർണ്ണയത്തിൽ, ജാതക നിരൂപണത്തിൽ ഒക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ കാരണം നമ്മൾ അങ്ങോട്ട് ആഴ്ന്നിറങ്ങുമ്പോഴേ അതിൻ്റെ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രഹങ്ങളുടെ ദൃഷ്ടികളും വീക്ഷണങ്ങൾ, സ്ഥാനബലങ്ങൾ, കാര്യങ്ങൾ അനുസരിച്ച ഉള്ള അനുഭവങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ജീവിത എളിയ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ ഈ ശാസ്ത്രങ്ങളെല്ലാം സത്യമായിട്ടുള്ള അവസ്ഥയാണ്. ജ്യോതിഷം, കൽപ്പം, നിരുക്തം, കൽപ്പശാസ്ത്രമാണല്ലേ വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിന് വളരെ പ്രാധാന്യം ഉണ്ട്. ഇതിനോടനുബന്ധിച്ച് അടുത്തൊരു ശാസ്ത്രമാണ് കൽപ്പശാസ്ത്രം. അതിൽ നമുക്ക് ഔഷധങ്ങളുടെ വിശേഷതകൾ വലിയ പ്രാധാന്യമുണ്ടല്ലോ. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. ഞാനിപ്പോൾ ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് മലയൻകീഴാണ്. മലയൻകീഴ് ജംഗ്ഷനിൽ തന്നെ ആ കാട്ടാക്കടയിലേക്ക് തിരിയുന്ന ഭാഗത്തായിട്ട് ഗുരുചന്ദ്ര ജ്യോതിഷാലയം, അതെൻ്റെ ജ്യേഷ്ഠൻ ചന്ദ്രൻ ജ്യോത്സ്യർ ഇരുന്ന സ്ഥാനമായതുകൊണ്ടാണ് ഗുരുചന്ദ്ര ജ്യോതിഷാലയം എന്നുള്ള ആ സ്ഥാപനത്തിന് ഞാൻ പേര് കൊടുത്ത് അവിടെ ഇരിക്കുകയാണ്. അവിടെ ഒരു പഴയ അഞ്ചൽ മാസ്റ്റർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിലാണ് ഇരിക്കുന്നത്. അവിടെ വായനശാലയുടെ നേരെ പുറകെ ഭാഗത്തായിട്ടാണ് ഈ കെട്ടിടം വരുന്നത്. അപ്പോൾ അവിടെ എല്ലാ ആഴ്ചകളിലും ഉണ്ട്. പിന്നെ പൂജാതി കാര്യങ്ങൾ, അതുപോലെ ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്ന ഒഴിച്ച് മറ്റുള്ള ദിവസങ്ങളിൽ അവിടെ ഉണ്ട്. ശനിയാഴ്ച അവധി ദിവസവുമാണ്.